ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിലുമല്ല. ഞാൻ ഇന്ത്യയിൽ നിന്ന് ജോലിക്കായിട്ട് ജർമ്മനിയിലോട്ട് വന്ന ഒരാളാണ്. നമ്മുടെ നാടും ജർമ്മനിയും ഒക്കെ കിടക്കുന്ന ഒരു അന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു അന്തരം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പലർക്കും അറിയില്ല ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അത് എടുത്തത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്. ഈ രാജ്യത്തെ നിയമം പ്രകാരം അതാത് എംപ്ലോയേഴ്സ് അവരുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ നിശ്ചിതമായിട്ടും ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ട് മാത്രമേ സാലറി കൊടുക്കൂ. അതിന് പുറമെ ഇവിടെയുള്ള മറ്റ് ബെനിഫിറ്റ്സ്, അത് പെൻഷൻ പ്ലാൻ ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ മാൻഡേറ്ററി ആണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അവരുടെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാൻഡേറ്ററി ആണ്, ഗവൺമെൻറ് റൂളാണ്, അത് പിടിച്ചിട്ടേ നമുക്ക് കിട്ടൂ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് കാർഡ്, ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് മാത്രം അവിടെ കൊടുത്താൽ മതി. അതേസമയം നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? നാട്ടിൽ അങ്ങനെ ഒരു നിയമമില്ല. നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി പോലും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ജോലി ചെയ്യാനോ ജീവിക്കാനോ പാടില്ല. അതിനുവേണ്ട സംവിധാനങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരണം. നമ്മൾ ദിനം പ്രതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണാറുണ്ട്, ഒരുപാട് ആളുകൾക്ക് ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ടും അതല്ലാത്ത രോഗത്തെ തുടർന്നും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടായിട്ട് ചികിത്സാ സഹായത്തിനൊക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ടൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ചികിത്സാ സഹായങ്ങളും ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയൊക്കെ ആവശ്യകത. ഒരു പരിധിവരെ മറ്റാരുടെയും സഹായ സംരക്ഷണങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു രൂപ പോലും സേവിങ്സ് ഇല്ല. ഇങ്ങനൊരു സിറ്റുവേഷനാണ് നിങ്ങൾ വർഷങ്ങളോളമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്, എക്സെപ്റ്റ് ഒരു ഹോസ്പിറ്റൽ നീഡ് ഒഴിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ തന്നെ കറക്റ്റായിട്ട് നടന്നു പോകുന്നു. എന്നാൽ ഒരു രൂപ നിനക്ക് സേവ് ചെയ്യാൻ മാത്രമില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നാളെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അതൊന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഒരു ഭാവി ആവശ്യമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ കുട്ടികളുടെയും ഒക്കെ ഒരു ഭാവി ആവശ്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്.